ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇലയുടെ ഇല്ലേ, അപ്പോൾ ഇലയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഉമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇലയുടെ. അപ്പോൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഈ ഇലയുടെയും കൊഴുക്കട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം കുറച്ച് ചക്ക കിട്ടിയപ്പോൾ തന്നെ ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അതങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫില്ലിങ്ങിലും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് വാഴയിലയിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവിന് പകരം അരിമാവ് എടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പോളം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നല്ല തിളച്ച വെള്ളമില്ല, അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ നമുക്കതൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണമല്ലോ. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ തന്നെ ശർക്കര ഉരുക്കിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അരിച്ചൊക്കെ എടുക്കണം കേട്ടോ, ചിലപ്പോൾ മണ്ണുണ്ടാവും. എന്നിട്ട് ചെറുതായിട്ടിരുന്ന് ചക്കയാണ് കേട്ടോ. അപ്പോൾ ആ ചക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ചക്കക്കാലമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയണം കേട്ടോ. എന്നാൽ മാത്രമാണ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വരും കേട്ടോ. ഈ ശർക്കര പാനി കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. എന്നാലേ നമ്മളുണ്ടാക്കുന്ന ആ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒരു കാര്യം ചേർക്കാനുണ്ട്. നമുക്ക് കുറച്ച് അവിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ അവിലും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ അവിലും പഴമൊക്കെ കഴിക്കൂലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഈ ശർക്കര ഈ ചക്കയിൽ കൂടെ നമ്മൾ ഈ അവിൽ ചേർക്കുമ്പോഴേക്കും. അപ്പോൾ ഈ അവിൽ ചേർക്കുമ്പോൾ ഒന്ന് നനച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങ് ഇട്ടേക്കരുത്. ഒന്ന് നനച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ശർക്കരയും ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു മിക്സിങ് ഉണ്ടാകും തന്നെ നമ്മളുണ്ടാക്കുന്ന ഈ അടയ്ക്കൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ ഞാനിവിടെ 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടത് മിക്സായി കിട്ടണം. അപ്പോൾ അതെ, നമ്മുടെ ഫില്ലിങ് ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത്, നെയ്യുടെ ഇത് മണമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നെയ്യ് കൂടെ ചേർത്തു. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ്, ഈ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ഫില്ലിങ് ഒരു പ്രത്യേക ടേസ്റ്റിലോട്ട് വരുന്നത് കേട്ടോ. കാരണം അവിലല്ലേ, അവിലും പഴമൊക്കെ കഴിക്കുന്ന ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ശർക്കരയും കൂടെ നിങ്ങൾ ശർക്കരയും അവിലും നമ്മളെ ചക്കയൊക്കെ കൂടെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമ്മളെ മാവൊക്കെ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ഇല എടുക്കാം. അപ്പോൾ ഇല നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. വാഴയിലയിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്കത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടത് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ഈ മാവ്. അപ്പോൾ ഈ മാവ് വെച്ച് നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. നെയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഓയിൽ അതിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈ കൊണ്ടാണ് കേട്ടോ ഞാനിത് നന്നായിട്ട് കൈ കൊണ്ട് പരത്തി കൊടുക്കുക. കാരണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പരന്ന് കിട്ടും. നന്നായിട്ട് കൈ കൊണ്ട് നമുക്ക് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടത് മടക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആവിയിലല്ലേ വേകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കത് മടക്കിയെടുക്കാം. അത് നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ 4 മണിക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ. അപ്പോൾ അതെ, ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതും ഞാൻ ഇതുപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മടക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഇല കിട്ടാത്തവർക്ക് വേണമെങ്കിൽ വാഴയിലയിൽ ഉണ്ടാക്കാം കേട്ടോ. വാഴയില ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ബാക്കി കുറച്ച് മാവിന് ഞാൻ നമ്മുടെ കൊഴുക്കട്ട രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊഴുക്കട്ടയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം
അത് നല്ല സോഫ്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നമ്മൾ ഒന്ന് പരത്തി കൈ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരുപാട് വലിയ ബോളല്ല, സാമാന്യ ആ ഒരു മാവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഇത്രയും ചെറിയൊരു ബോളിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് വേവിച്ചെടുക്കണമല്ലോ. അതിനായിട്ട് നമുക്ക് സ്റ്റീമറൊക്കെ അടുപ്പത്തോട്ട് വെച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ രണ്ട് പലഹാരങ്ങളും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കേ വേണ്ടൂ. കണ്ടോ, ഇനി നമുക്കിതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വലിയ പാത്രം ഉണ്ടെങ്കിൽ 2 തട്ടിലായിട്ട് ഒട്ടിച്ചെടുക്കുക. പക്ഷേ ഞാനിവിടെ 2 പാത്രങ്ങളിലായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് അടുക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഈ പലഹാരം രണ്ടും വെന്ത് കിട്ടും. ഇനി നമുക്ക് ഒരെണ്ണം അതവിടെ ഇരിക്കട്ടെ. അടുത്ത അടുപ്പിലോട്ട് ഞാൻ കോഴിക്കട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതും റെഡിയായി വരും. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ കിടിലൻ ടേസ്റ്റ് നമുക്ക് അടയും നമ്മുടെ കോഴിക്കട്ടയും റെഡിയായി വരും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ വലിയ ആവിയുള്ള അങ്ങനെ ആ പാത്രമാണ്, സ്റ്റീമറാണെങ്കിൽ നിങ്ങൾക്ക് 2 അതിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ എല്ലാം കൂടി നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് 2 പാത്രങ്ങളിലായിട്ട് ഇതിനെ വേവിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും 15 മിനിറ്റിന് മുമ്പേ തന്നെ ഒരു 12 മിനിറ്റ് ആയപ്പോൾ തന്നെ അതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ അതിൽ നിന്ന് മാറ്റി നോക്കാം. അപ്പോൾ അതെ, ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ഇങ്ങനെ മാവ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. ഇനി ചൂടായതുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് നോക്കാം. നന്നായിട്ടൊക്കെ അത് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഫില്ലിങ്ങൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ കോഴിക്കട്ടയും നമുക്കിതുപോലെ ഇടമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കട്ടയും ഇലയുടെയൊക്കെ നമുക്ക് ചായയ്ക്ക് ഒപ്പമൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.